ഹലോ, അപ്പോൾ നമ്മുടെ മൈൻക്രാഫ്റ്റ് സീരീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തായിരുന്നു, നല്ല വ്യൂസ് കിട്ടി കഴിഞ്ഞ വീഡിയോയ്ക്ക്. അപ്പോൾ അതിന് എല്ലാവർക്കും താങ്ക്സ് ടു ഓൾ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റ് എപ്പിസോഡിൻ്റെ 2 ആയിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബേസ് പണിയുന്നതിൻ്റെ പകുതിക്ക് വെച്ചാണ് നിർത്തിയത്. അതിന് പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്നലെ നമ്മുടെ വീടിൻ്റെ ബേസ് പണിഞ്ഞു, അതിന് ചില്ലിടുന്ന നേരത്തായിരുന്നു നമ്മൾ നിർത്തിയത്. അപ്പം ഞാൻ ഇന്ന് ഓഫ് ക്യാമറയിൽ ഞാൻ ഇരുന്ന് കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മുടെ വീടിൻ്റെ ബേസിൻ്റെ പണി മൊത്തം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഞാൻ അങ്ങോട്ട് ഇച്ചിരി ഇറങ്ങട്ടെ. അപ്പോൾ 3, 2, 1 രണ്ടെണ്ണം. ഇതാണ് നമ്മുടെ ബേസിൻ്റെ ഒരു ലുക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹോം ടൂർ നടത്താം. ഇന്നെൻ്റെ പെരവാസലിയായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഹോം ടൂർ. അപ്പോൾ നമുക്ക് ഹോം ടൂർ നടത്താം. നമ്മൾ ഈ കതക് ആദ്യം തുറക്കുമ്പോൾ തന്നെ ഇവിടെ ഞാനൊരു പ്രഷർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് നമ്മളൊരു ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. ആ ചെസ്റ്റിൽ ഇപ്പോൾ തന്നെ നമ്മളൊന്നും വെച്ചിട്ടില്ല. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തൊരു ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് സാധനങ്ങളുണ്ട്. അതുപോലെ ഉള്ളൊരു ഫർണസ് ഉണ്ട്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 2ാം നില പണിയെന്ന് പറഞ്ഞാണ് കഴിഞ്ഞാൽ നിർത്തിയത്. ഓഫ് ക്യാമറ ഇരുന്ന് ഞാൻ നല്ലോണം ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ 2ാം നിലയും പണിഞ്ഞ് കയറുന്നിട്ടുണ്ട്. മണ്ടയ്ക്ക് കയറി പോകുമ്പോൾ ആദ്യം ഇവിടെ ആയിട്ട് നമുക്ക് കാണുന്നത് ഒരു ചെറിയൊരു വിൻഡോ ആണ്. പിന്നെ ഇപ്പുറത്ത് വരുമ്പോൾ ഒരു ഓപ്പണിംഗ് ആണ്. നമുക്കൊരു ഇവിടെ ഇരുന്നെല്ലാം ഒന്ന് വീക്ഷിക്കാം. പിന്നെ അപ്പുറത്തെ സൈഡിലോട്ട് വരുന്നത് നമ്മുടെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ ചെറിയൊരു ബെഡ്റൂം, തട്ടിക്കൂട്ട് ബെഡ്റൂമാണ്. ഇതിനകത്ത് ഇവിടെ കിടന്ന് ഉറങ്ങാം. നമ്മുടെ റൂയിൻ്റെ ബോട്ടലൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ എണീക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിൻ്റെ അകത്ത്, അതായത് വീടിൻ്റെ അകത്തുള്ള ഒരു സെറ്റപ്പ്. അപ്പം ഞാൻ പറയാൻ മറന്നുപോയി, ഈ വീഡിയോ ആണെന്ന് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യേണ്ടതാണ്. പറ്റുവാണെങ്കിൽ നിങ്ങളെ കൊണ്ടൊരു കമൻറ്റും കൂടി അടിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷത്തിലോട്ട് പോവാം. ഇന്ന് രാവിലെ പുലർച്ചെ 5:30 പാല് കാച്ച്. അങ്ങനെ ആരും വന്നില്ല, വില്ലേജേഴ്സൊക്കെയാണ് വന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ബേസിൻ്റെ ലുക്ക് ഔട്ട്. അപ്പുറത്തായിട്ട് ഞാൻ ഒരു ചെറിയൊരു ക്രോപ്പ് ഫാമും നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ നമ്മുടെ കുതിരയും കഴുതയൊക്കെ ഇടാനായിട്ടൊരു ഷെഡ് നമ്മൾ പണിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് പറഞ്ഞായിരുന്നു പണിയൊന്ന്. അതുപോലെ തന്നെ നമ്മളത് പണിഞ്ഞിട്ടുണ്ട്. നമുക്കിനി എന്താ പരിപാടി? കുതിര നമുക്ക് ഇടാം. എൻ്റെ കയ്യിലൊരു ലെഡ് ഇരിപ്പുണ്ട്. നമുക്ക് പോയി കുതിരയെ കണ്ടുപിടിച്ചിട്ട് കുതിരയെ നമ്മുടെ ഷെഡിലോട്ടിടാം. നമ്മുടെ ഷെഡിൻ്റെ ഉദ്ഘാടനം നമുക്കങ്ങനെ നിർവഹിക്കാം. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും കുതിര. നമ്മുടെ അയൽവക്കത്തല്ലേ, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണാതിരിക്കില്ല. നോക്കട്ടെ, ഇവിടെ എവിടെയെങ്കിലും കാണും എന്നാണ് എൻ്റെ ഒരു ഇത്. ഇവിടെ കുതിരയൊന്നും കാണാനില്ല. അപ്പോൾ കുതിരയെ കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്യാവേ. ഓക്കെ, അപ്പോൾ നമുക്ക് കുതിരയെ കിട്ടി. അതോ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും കിട്ടിയല്ലോ. നമ്മൾ ഇവിടുന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് തിരിഞ്ഞപ്പോഴത്തേക്കും കുതിരയെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് ചെല്ലണം. അവിടെ 2 കുതിര ഞാൻ കാണുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിന് നമുക്ക് ലെഡ് ചെയ്ത് വലിച്ചുകൊണ്ട് പോവാം. ഏതാ അവിടെ ഇല്ല. ഇവിടെ 2 കുതിരയുണ്ട്. ഇത് വേണ്ട, നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കാം. ഈ കുതിര എനിക്കിഷ്ടപ്പെട്ട്. ഈ കുതിര നമുക്ക് വലിക്കാം. ഈ കുതിര ഇനി വരുമോ? ഇത് എങ്ങനെ ഇപ്പോൾ തിരിയുന്നു? എന്താ തിരിയാത്ത? ഞാൻ ഫെൻസ് വെച്ചേക്കാം. നമുക്ക് ഈ സൈഡിൽ കൂടി ഇങ്ങനെ ആടാം. കുതിര ലീഡ് പൊട്ടി. ആരുടെ ഈ കൂലിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ വല്ല ക്രീപ്പർ വന്ന് പൊട്ടിയാതായിരിക്കും. ഓക്കെ, നമുക്കിനി ലെഡ് അതുകൊണ്ട് ലെഡ് എടുക്കുക. നമുക്ക് ലീഷ് ചെയ്ത് നമുക്ക് കുതിരയെ അങ്ങോട്ട് കൊണ്ടുപോവാം. എന്താ വരാത്തേ? ഓക്കെ, ഞാൻ ഈ കുതിരയെ നമ്മുടെ ബേസിലോട്ട് എത്തിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ കുതിരയെ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ബേസിലോട്ട് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി ഗൈസ്. ക്രീപ്പർ നമ്മൾ കുതിരയെ കൊണ്ട് വരുന്ന വഴിക്കൊന്ന് പൊട്ടി. അതേസമയം കുതിരയും ചത്ത്. പിന്നെ അതിൻ്റെ അടുത്ത് നിന്ന് ഒരു കറുത്ത കുതിര അതിനെ ഞാനിങ്ങനെ വലിച്ചുകൊണ്ട് പോരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് പൂ കണ്ടപ്പോൾ നമ്മുടെ ബേസിൻ്റെ മുറ്റത്ത് വെക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ 3-4 പറിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച്. എന്നാൽ നമ്മുടെ ബേസിൻ്റെ ഔട്ട്ലുക്ക് തന്നെ മൊത്തത്തിൽ അങ്ങ് മാറി. ഇനി നമുക്ക് അതൊന്നുമില്ല. നമുക്ക് കേവിലോട്ടൊക്കെ ഒന്ന് പോകണം. കണ്ട ഗൈസ്, നമ്മൾ പ്രോ അല്ലേ പാർക്കറിലൊക്കെ. പറഞ്ഞ പോലെ തന്നെ നമ്മളെ പാർക്കറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. തറയിൽ നിങ്ങൾ കമൻറ്റ്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലത്തുള്ള വീഡിയോസൊക്കെ വേണമെന്ന്. ഇപ്പോൾ ഇതിനകത്തോട്ട് ചാടിക്കോ. ഇത് ഒരു വലുതാണെന്ന് തോന്നുന്നു. അല്ല, ഇതെന്തോ അകത്തോട്ട്
ഇവിടെ കുറേ കോപ്പറൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കിപ്പോൾ വേണ്ട. എന്തുവാ സാൻഡൊക്കെ നീ ഇതുവഴി നോക്കട്ടെ. എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ ഇതുവഴി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വില്ലേജിൻ്റെ അപ്പുറത്തെ സൈഡിലെത്തും. അപ്പം ഇതുവഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബേസിൻ്റെ അടുത്തെത്തും. അപ്പോൾ രണ്ടും ഒരു വഴി തന്നെ, മനസ്സിലായി? അതൊക്കെ പോട്ടെ. ഇനി നമുക്ക് എന്താ നമ്മുടെ കുതിരയ്ക്ക് സാഡിൽ വേണ്ടേ? നമുക്കിനി സാഡിൽ ഉണ്ടാക്കണം. എന്തുവാ അത് വലുതാ? അത് വേണം? അത് വേണ്ട, നമുക്ക് വേണ്ട. നമ്മുടെ വില്ലേജ് എൻ്റെ വീട് കണ്ടില്ലേ? ഇനി ഇവിടുന്ന് തറയിലോട്ട് ഇറങ്ങണമല്ലോ. അവിടെ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങോട്ട് ചാടാം നമുക്ക്. നീ ഇവിടുന്ന് ഇനി കയറണമല്ലോ. കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ കോബിൾ സ്റ്റോൺ ഉണ്ട്. പിക്കാക്സ് എന്തിയേ? ഇതൊന്ന് പൊട്ടിച്ചേ. ഓക്കെ, നമ്മുടെ കയ്യിൽ കോബിൾ സ്റ്റോൺ ഉണ്ട്. അത് വെച്ചാൽ നമുക്ക് ബ്രിഡ്ജ് ചെയ്തല്ലോ, പൊക്കി കയറിപ്പോകാം. കോബിൾ സ്റ്റോൺ വെക്ക് ഒന്നുകൂടി വെക്ക്. മതി. നമുക്ക് അങ്ങോട്ട് പോകണം. നമുക്കിനി പശുവിനൊക്കെ കൊല്ലണം, എന്നിട്ട് സാഡിലുണ്ടാക്കി നമ്മുടെ കുതിരയ്ക്ക് ഇടണം. ഇത്രയും പരിപാടിയൊക്കെ ഉണ്ട്. അവിടെ എന്തുവാ രണ്ടുപേര്? വെയിറ്റ് ചെയ്യേ, എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അത് എനിക്ക് തോന്നിയത് തന്നെയാണോ എന്ന്. ഞാൻ കണ്ടത് തന്നെ ആയിരിക്കും. നിങ്ങൾ കണ്ട പിഗ്ലിൻസ് എങ്ങനെ ഇവിടെ വന്ന് നെതർ പോർട്ടലില്ലാതെ? ഇനി അവിടെ ആ കൂട്ടി 2 പന്നി കിടന്നാ. ഇനി അവന്മാർ ട്രാൻസ്ഫോം ആരത് ഇതിന് മണ്ടയ്ക്ക് കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ മണ്ടയ്ക്ക് കിടന്ന ഇത് പിഗ് ട്രാൻസ്ഫോം ആയതാണോ? നമുക്ക് എന്തായാലും കയറി നോക്കാം. അതെ ഏട്ടാ, ഇവിടെ കിടന്ന പിഗ് 2 ട്രാൻസ്ഫോം ആയതാ. ഒരു ഐഡിയ കൊടുക്കാം. ഇല്ല, അവൻ നമ്മളൊന്നും ഇങ്ങോട്ടൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് തന്നെ അടിക്കാം. ഒറ്റയടി, ഒരടി കൂടി. അവൻ തീർന്ന്. മറ്റവൻ്റെ ഈ സ്പിയർ ഇരിപ്പുണ്ട്, ചിലപ്പോൾ കുത്ത് കിട്ടും അടിക്കുമ്പോൾ. ഞാനൊന്ന് അടിച്ച് നോക്കാല്ലേ? അടിച്ച് കുത്ത് കിട്ടി. അടിച്ച് പോലെ അടി. അവൻ്റെ നമുക്ക് സ്പിയറും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ നഗറ്റും കിട്ടി. കുറച്ച് സ്പീൻ കിട്ടി, അത് വേറെ കാര്യം. ഓക്കെ, ഇനി നമ്മുടെ കുതിരയ്ക്ക് സാഡിലിടാൻ പോകണം. അവിടെ അത് നമുക്ക് വേണം. ഈ സ്ഥലം നമുക്ക് വേണം ഗൈസ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരാം, ഫാമോ അങ്ങനെ എന്തെങ്കിലും. അതിന് ഈ സ്ഥലം നമുക്ക് വേണ്ടി വരും. ഇതിനകത്തോട്ട് അതിക്രമിച്ച് കയറി നമുക്കിവിടെ നിൽക്കുന്ന എല്ലാവരെയും അങ്ങ് തട്ടുക. ഓക്കെ, അടയ്ക്ക്. ഒരു പന്നി 1 2 ഓക്കെ, ഇവിടുത്തെ എല്ലാവരെയും നമുക്ക് അങ്ങനെ കൊല്ലാം. ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മുടെ 2ാമത്തെ എപ്പിസോഡാണ്. നമ്മുടെ അടുത്ത എപ്പിസോഡിൽ വലിയൊരു കാര്യം വരുന്നുണ്ട്. എല്ലാവരും അടുത്ത എപ്പിസോഡിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, കുതിര ഇവിടെ ഇരിക്കട്ടെ. കുതിര ഇവിടെ കിടക്കട്ടെ. എൻ്റെ വീഡിയോയ്ക്കകത്ത് മാത്രം എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തൊരു കഷ്ടം അത്. നമ്മുടെ കണ്ടൻറ്റിൻ്റെ ഇതും പോയി. അത് സീനില്ല. നമുക്കിനി ഇവിടെ കുഴിയാണല്ലോ. ഈ ക്രീപ്പർ ഒന്ന് പൊട്ടുന്നതാണ് നാശം. നമുക്ക് നമ്മുടെ ബേസിലോട്ട് പോവാം. പോട്ടെ. ഓക്കെ, നമ്മുടെ കുതിര ഇവിടെ ഉണ്ട്. കുതിരയ്ക്കിനി സാഡിലിടണമല്ലോ. സാഡിലുണ്ടാക്കണമെങ്കിൽ 3 ലെതറും 1 അയണും കണ്ട് വേണം. എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ പന്നിയുടെ ഇറച്ചി അങ്ങോട്ട് വെക്കാം. ഇച്ചിരി പ്ലാങ്ക് എടുത്ത് വെക്കാം. അത് കത്തട്ടെ. ഞാൻ പറഞ്ഞോളൂ, സാഡിൽ അടിച്ചു കൊടുത്താൽ കിട്ടുമായിരിക്കുമല്ലോ. SCADD കിട്ടി. അതാ ഞാൻ പറഞ്ഞാണെങ്കിൽ 3 ലെതറും 1 അയണും വേണം. അപ്പം നമുക്കിനി അമ്മിണിക്കുട്ടിയെ കൊല്ലണമല്ലോ. അമ്മിണിക്കുട്ടിയെ കണ്ടുപിടിക്കണം. എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് രാവിലെ ആയിട്ട് അമ്മിണിക്കുട്ടിയെ കൊല്ലുന്നതാണ് നല്ലത്. കാരണം ഇപ്പോൾ സോംബിയും സ്കെൽട്ടണും ഒക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പണിയാണ്. നമ്മുടെ കയ്യിൽ കുറച്ച് ഹാർട്ടേ ഉള്ളൂ. അമ്മിണിക്കുട്ടി ഇവിടെ ഒന്നും ഇല്ല. എന്തായാലും നമുക്ക് ആ വീടൊക്കെ പൊളിച്ചായി. നമ്മുടെ ഈ വീട് പണിയാൻ വേണ്ടി ഈ വീടിൻ്റെ അടിത്തറയൊക്കെ നമ്മളങ്ങ് ഇളക്കി. അത്രേ ഉള്ളൂ. നമുക്കിനി ദൂരോട്ടൊന്നും പോകാൻ വയ്യ. എന്തായാലും രാവിലെ ആയിട്ട് നമുക്ക് അമ്മിണിക്കുട്ടിയെ പിടിക്കാൻ ഇറങ്ങാം. ഓക്കെ, ഒന്ന് ഉറങ്ങി എണീക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. ഇനി നമുക്ക് തറയിലോട്ട് പോയി അമ്മിണിപ്പശുവിനെ പിടിക്കണം. അമ്മിണിപ്പശു ഇവിടെ ഒന്നും കാണുന്നില്ല. ഇവിടെ പന്നിയുണ്ട്. പന്നിയൊന്നും നമുക്കിപ്പോൾ വേണ്ട. അപ്പുറത്തൊരു ഷീപ്പുണ്ട്. ഷീപ്പിനെ തല്ലിക്കൊല്ലണോ? വേണ്ട. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് അമ്മിണിപ്പശു ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം.
ഇവിടെ ഒരു പന്നിയുണ്ട്, അതിനെ കൊല്ലാം. പന്നിയെ കണ്ട പന്നി അങ്ങ് അറുത്തണം. പന്നി ഇല്ലാത്തൊരു കളിയില്ല. ഇവിടെ അമ്മിണിക്കുട്ടി ഇല്ല. അതോടെ അവിടെ ഇരിക്കുന്നത്. നമുക്കിനി അമ്മിണി പശുവിനെ കൊല്ലാം. പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാം. ഈ അമ്മിണി പശു ഈ പശു എന്തെങ്കിലും തന്നാൽ മതിയായിരുന്നു. റെഡി. അതിനകത്തൊന്നും കിട്ടിയില്ല. അതിൻ്റെ അപ്പുറത്ത് വേറൊരു പശു ഇപ്പോൾ ഉണ്ട്. അവളെ ഒന്ന് നോക്കാം. ഒരടിയും കൂടി. എൻ്റെ മോനെ, എത്ര ലെതർ കിട്ടി നമുക്ക്? 2 ലെതർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. 2 ലെതർ. 1 ലെതറും കൂടി. അവിടെ ഒരു പശു വെക്കുന്നുണ്ട്. ആ പശു 1 ലെതറെങ്കിലും ഒന്ന് 1 ലെതർ മതി. ഇല്ല, ഒന്നും കിട്ടിയില്ല. ഇല്ല. 3 കിട്ടി. ഒരെണ്ണം കിട്ടി. മോനെ സീൻ. നമുക്കിനി അയൺ വേണം. അയൺ നമ്മൾ ആ കേവിൽ ഒരെണ്ണം കണ്ടായിരുന്നു. കേവല്ല, അത് ഒരു വെള്ളമാണ്. വെള്ളത്തിനകത്താണ് നമ്മൾ ആ അയൺ കണ്ടത്. ഇനി കുറച്ച് ബ്രെഡ് തിന്നിട്ട് നമുക്ക് അങ്ങോട്ട് ആ അയൺ മൈൻ ചെയ്യാൻ പോകാം. എന്തോ കോബിൾ സ്റ്റോൺ വെച്ചതറിയാതെ അതങ്ങ് പൊളിച്ച് തുടങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ടങ്ങ് പോവാം. ഇപ്പം നമ്മൾ ഈ വെള്ളമല്ല, ഈ വെള്ളം ഇതിനകത്തോട്ടെടുത്ത് ചാടിക്കോ. ഇതുവഴി ഇങ്ങനെ പോയി ഇങ്ങനെ കുറച്ചടിയിലോട്ട് എന്നാൽ മതി. ഇപ്പോൾ എത്തുമായിരിക്കും. അതാണ്ടേ നമ്മൾ കീപ്പ് ഇൻവെൻട്രി ഓണാക്കി വെച്ചേക്കുന്നതുകൊണ്ട് വലിയ സീനില്ല. ചത്താലും ഒരെണ്ണേ ഉള്ളൂ. അതിൻ്റെ ആവശ്യമേ നമുക്ക് സാഡിലുണ്ടാക്കാം. ചാവട്ടെ. ഒരട്ടം കൂടി. ചത്ത്. അപ്പോൾ നമുക്ക് റീസ്പോൺ അടിച്ച് ഇനി നമുക്ക് സാഡിൽ എന്തായാലും പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കാം. നമ്മുടെ അയണുണ്ട്. അപ്പോൾ അത് ഇനി അയൺ ഇത് മെൽറ്റ് ചെയ്യണമല്ലോ. മെൽറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അത് ഉരുക്കിയെടുക്കണം. അതിപ്പോൾ തന്നെ അങ്ങ് ആവും. പിന്നെ അതിപ്പോൾ അങ്ങാവും. അത് വലിയ ഇതില്ല. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ കേൾക്കാം. സാൻഡൊന്നും നമുക്ക് വേണ്ടല്ലോ. അപ്പോൾ സാൻഡും എടുത്ത് വെച്ചേക്കാം. ഓക്കെ. ഇത് ഉരുകി തീർന്ന്. ഇനി നമുക്ക് നമ്മുടെ സാഡിലുണ്ടാക്കാം. ഓക്കെ, ക്രാഫ്റ്റ് ചെയ്തു. നമുക്ക് നമ്മുടെ കുതിരക്കുട്ടന് സാഡിലിട്ട് കൊടുക്കണം. അതിന് മുമ്പ് ആദ്യം അവനെ ടേം ചെയ്യണ്ടായോ? ടേം ചെയ്യാൻ ഇനി സമ്മതിക്കുമോ? നോക്കട്ടെ, കയറി നോക്കട്ടെ. ടേമാവടാ എടാ. ആയില്ല. ടേമാവടാ, കഷ്ടമുണ്ടോ? ഒന്ന് ടേമാവടാ. എന്തുവാടാ? പിന്നെ ആയില്ല. ഒന്ന് ടേമാവടാ. എന്തുവാടാ ഇത്? 3ാമത്തെ വട്ടം അല്ലയോ? ഒരു വട്ടം കൂടി. ടേമാവുന്നില്ല. ഇതെന്ത് ഇതാവാത്തേ? ഇതിപ്പോൾ എത്ര വട്ടം കയറി ഞാൻ ഇതിനകത്ത്. എന്തുവാടാ ഇത്? ഇനി ഹോഴ്സിൻ്റെ കുഴപ്പമാണോ ഇനി? എന്ത് തിന്ന് ടേമായി? ടേമായി. നമുക്ക് നമ്മുടെ സാഡിലിട്ട് കൊടുക്കാം. നമ്മുടെ മറ്റേ വീട്ടിൽ എന്തുവായിരുന്നു, ഒരു ഹോഴ്സ് ആമർ ഉണ്ടായിരുന്നല്ലോ, കോപ്പറിൻ്റെ ഡയമണ്ടിൻ്റെ കണ്ട്. അതും പോയി എടുത്തിട്ട് കൊടുക്കാം നമ്മുടെ കുതിരയ്ക്ക്. ഫുൾ സജ്ജമായിട്ട് വേണം നമ്മൾ ഇരിക്കാൻ, തയ്യാറായിട്ടിരിക്കാൻ. എപ്പോഴാണ് എവിടുന്നാണ് ആക്രമണം ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫുൾ സജ്ജമായിരിക്കണം. ഈ വീട്ടിൽ കയറി ചെസ്റ്റ് കുറ ഇത് തന്നെ ഡയമണ്ടിൻ്റെ. ഓക്കെ, എടുത്ത് ഇനി നമ്മുടെ ഹോഴ്സിന് ഇട്ട് കൊടുക്കണം. ഹോഴ്സിന് നമുക്ക് പേരൊക്കെ ഇടണം. നമ്മുടെ ഹോഴ്സിൻ്റെ പേരാണ് കുട്ടൻ. ഓക്കെ, നമ്മുടെ കുട്ടനാണിത്. കുട്ടന് നമ്മൾ പടച്ചട്ടയൊക്കെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ. ഏതാ ലുക്ക് തന്നെ അങ്ങ് മാറി. നമ്മുടെ കുട്ടൻ സീനായി. ഇനി കുട്ടൻ്റെ ആറാട്ടായിരിക്കും ഇനി. ഓക്കെ, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്ന് നോക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാവേ. ഓക്കെ, വേറൊന്നും തന്നില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക്സ്. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നാളെ ഒരു മെഗാ എപ്പിസോഡല്ല, ഒരു നല്ലൊരു എപ്പിസോഡ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പീസ് ഔട്ട്.